ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്ന ഈ ഒരു സ്വീറ്റ് ഒരിക്കലെങ്കിലും കഴിക്കുകയാണെങ്കിൽ അവരുടെ ഫേവറേറ്റ് സ്വീറ്റിൽ തീർച്ചയായും ഇത് ഉൾപ്പെടുത്തും. മാംഗോ ഫ്ലേവറിലുള്ള ഐസ്ക്രീം പുഡിംഗ് ഒക്കെ ഇഷ്ടമില്ലാത്തതായിട്ട് അധികം ആരും ഉണ്ടാവില്ല അല്ലേ? മാംഗോ ഫ്ലോട്ട് അല്ലെങ്കിൽ മാംഗോ ബിസ്ക്കറ്റ് പുഡിംഗ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സ്വീറ്റ് ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ഇല്ലാതെ തന്നെ ഇതൊക്കെ ചേർത്തുണ്ടാക്കുന്ന പുഡിങ്ങിനേക്കാളൊക്കെ കിടിലൻ ടേസ്റ്റിൽ ഈസിയായി നമുക്കിത് ഉണ്ടാക്കാം. ഇത് ഞാൻ എൻ്റെ FB പേജിൽ 3 കൊല്ലം മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം ഇതിൻ്റെ റിട്ടേൺ റെസിപ്പിയും ഇതുവരെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള സ്വീറ്റ് റെസിപ്പികൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊക്കെ മിസ്സാവാതെ നോട്ടിഫിക്കേഷനിലൂടെ അറിയാനായി ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാനിവിടെ 2 വലിയ മാങ്ങ ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പഞ്ചസാര ചേർത്തൊന്ന് വാട്ടിയെടുക്കണം. അതിനായി നമുക്കിത് പാനിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള തീരെ പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ മതിയാകും. ഇനി പഞ്ചസാരയെല്ലാം നല്ലപോലെ മെൽറ്റായി മാങ്ങ നന്നായി സോഫ്റ്റ് ആയി വരുന്നത് വരെ നമുക്ക് നന്നായി വഴറ്റാം. മാങ്ങ വഴറ്റാതെ നേരിട്ട് പുഡിങ്ങിലേക്ക് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വഴറ്റുമ്പോൾ ഉണ്ടാവുക. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ഇപ്പൊ മാങ്ങ നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിന് നന്നായി ചൂടാറിയാൽ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള മാംഗോ ക്യൂബ്സ് മാത്രം കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ച് പൾപ്പാക്കി എടുക്കാം. ഇതിന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് പുഡിങ്ങിലേക്കുള്ള ക്രീം ലെയർ റെഡിയാക്കാം. ക്രീം ലെയറിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ക്രീമും കയ്യിലില്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ പാലിൽ കോൺഫ്ലോർ ചേർത്ത് കുറുക്കി ക്രീമിന് പകരം ഉപയോഗിക്കാം. പക്ഷെ ഒറിജിനൽ മാംഗോ ഫ്ലോട്ടിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ തിക്ക് ക്രീം അതല്ലെങ്കിൽ ഫ്രഷ് ക്രീം തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ക്രീം ചെറുതായി ഒന്ന് സ്റ്റിഫായി വരുമ്പോൾ നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഓപ്ഷണലാണ്, പക്ഷെ ചേർക്കുകയാണെങ്കിൽ മാംഗോ ലെയറിന്റെ കൂടെ ബട്ടർ ക്രീമും പിന്നെ ബിസ്ക്കറ്റും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ക്രീം ഇത്രയും സ്റ്റിഫ് ആവണമെന്നില്ല കേട്ടോ. ഞാൻ ബീറ്റ് ചെയ്തത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പൊ ബിസ്ക്കറ്റ് ലെയറിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മാരിഗോൾഡ് ബിസ്ക്കറ്റ് ആണ്. ഇത് നമുക്ക് തണുത്ത പാലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പുഡിംഗ് ട്രേ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന തരത്തിൽ ഒന്ന് ലെവലാക്കി എടുക്കാം. ചൂട് പാലിൽ ഡിപ്പ് ചെയ്താൽ ബിസ്ക്കറ്റ് ഓവറായിട്ട് കുതിർന്നു പോകും. അതുകൊണ്ടാണ് തണുത്ത പാലെടുത്തിട്ടുള്ളത്. പുഡിംഗ് കഴിക്കുമ്പോൾ ബിസ്ക്കറ്റിന്റെ ചെറിയൊരു ക്രഞ്ചിനെസ് കിട്ടുന്നത് നല്ലതല്ലേ. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് മാംഗോ പൾപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിൽ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമും സ്പ്രെഡ് ചെയ്യാം. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ച മാംഗോ ക്യൂബ്സ് കൂടെ ചേർക്കാം. ഞാൻ ക്രീം അത്യാവശ്യം ബീറ്റ് ചെയ്ത് സ്റ്റിഫ് ആക്കിയിരുന്നത് കൊണ്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുന്ന ഇനി ഞാൻ കൂടുതലായിട്ട് വിവരിക്കണ്ടല്ലോ അല്ലേ. പാർട്ടികളിലും വിശേഷ ദിവസങ്ങളിലൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു കിടിലൻ ഡെസർട്ടാണ്. തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുതേ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമന്റായി തന്നെ അറിയിക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.